ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു ഫുഡ് കഴിക്കാനായിട്ട് വന്നു കഴിഞ്ഞിട്ടും വണ്ടിയൊന്നും കാണുന്നില്ല അനിയുടെ. എന്നോട് വരാൻ പറഞ്ഞിട്ട് ഇവൻ്റെ വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശാത്തി നേരെ അകത്തേക്ക് കയറിപ്പോയി. അവിടെ ചെന്നിരുന്നു. അപ്പോഴത്തേക്കും അവിടുത്തെ ആൾ വന്നു. എന്താ മേഡം കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരാളും കൂടെ വരാനുണ്ട്, അതിനുശേഷം പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഫോൺ എടുത്ത് നേരെ അനിയെ വിളിക്കുക. അപ്പം അനി അവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ. കോൾ എടുത്തു. നന്ദു നീ എത്തിയോന്ന് ചോദിച്ചു. ഞാൻ എത്തി, നീ ഇതെവിടെയാടാന്ന് ചോദിച്ചു. ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. നന്ദു ഭയങ്കര ഹാപ്പി. ഇതിൻ്റെ കാര്യം ഞാൻ താമസിച്ച് പോകുമെന്ന് പറഞ്ഞു. എന്തൊരു ബഹളമായിരുന്നു അവന് എന്നും പറഞ്ഞിരിക്കുമ്പോൾ മേഡം സാറ് വരുന്നതിന് മുമ്പ് ഡ്രിങ്ക്സ് എന്തായാലും വേണമെന്ന് ചോദിച്ചു. അവിടുത്തെ പുള്ളിക്കാരൻ വന്നു. അപ്പോൾ വേണ്ടാന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ മേഡം ഇരിക്കുന്നു. ഈ സമയത്ത് അനിയാണെങ്കിൽ വേഗം അങ്ങോട്ടേക്ക് ചെല്ലുക കേട്ടോ. അങ്ങനെ അനി ചെന്നു, വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ അകത്തേക്ക് കയറി പോകുന്നു. തൊട്ടടുത്ത നിമിഷം വരുന്നു നമ്മുടെ നവീനും നവീൻ്റെ കൂട്ടുകാരും കൂടി. അങ്ങനെ നവീൻ വന്നപ്പോഴത്തേക്ക് നമ്മുടെ അനി ജീവനും കൊണ്ട് ഓടുക. കണ്ടതും പെട്ടെന്ന് ലിഫ്റ്റിൽ കയറി പറന്നകത്തേക്ക് കയറി പോയി. ലിഫ്റ്റ് അടച്ച് മുകളിലോട്ട് കയറിപ്പോൾ അപ്പോൾ ഈ നവീനും കൂട്ടുകാരും കൂടെ വന്നു. സാറേ, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കോമ്പൻസേഷൻ ആയിരുന്നു സാർ വാങ്ങിച്ചു തന്നിരിക്കുന്നതെന്നും, എന്നിട്ട് അവിടെ മുറിയിലിരുന്ന് സംസാരിച്ച് അങ്ങ് പോയാൽ മതിയോ സാറേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോകും സാറേ എന്നൊക്കെ പറഞ്ഞ് കൂടെ വന്നേരം നവീനോട് പറയണം. അതെ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ സാറേന്ന് ചോദിക്കുമ്പം ഞാൻ ആവശ്യപ്പെട്ട പൈസ തന്നല്ലോ, ഇനിയിപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു പാർട്ടിയുടെ ആവശ്യമുണ്ടോ എന്ന് നവീൻ ചോദിക്കുമ്പോൾ ഇനി എന്തായാലും സാർ വീട്ടിലെത്തുമ്പോൾ താമസിക്കും, എന്നാൽ പിന്നെ ഇവിടുന്ന് ഡിന്നർ കഴിച്ചങ്ങ് പിരിയാവെന്ന് പറഞ്ഞു. ശരി, എന്നാൽ ഞാൻ നിങ്ങൾ നിരാശപ്പെടുത്തുന്നില്ലെന്ന് പറഞ്ഞ് നവീൻ ചെന്ന് ഇവരുടെ അടുത്തേക്ക്, അതായത് അനിയുടെ ഒക്കെ അടുത്തേക്ക്. ഈ സമയത്ത് നമ്മുടെ അനിയാണെങ്കിൽ ലിഫ്റ്റിൽ കയറി ഇരുന്നിട്ട് കുറേ അതിലൊക്കെ ഞെക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനായി എനിക്ക്. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് മടുത്തു. ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഈ സമയത്ത് നന്ദു ഫോൺ എടുത്ത് അനിയെ വിളിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ നന്ദു ഇരിക്കുമ്പോഴത്തേക്കും അവിടെ നവീൻ വരുന്നത് ആരേത് നന്ദു എന്നും പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ഒരു ചിരിയും ചിരിച്ച് ഇങ്ങനെ ഇരിക്കട്ടെ നമ്മുടെ നന്ദു ആകെ ചമ്മിപ്പോയി. പെട്ടെന്ന് ടെൻഷനും ആയിപ്പോയി. നവീൻ ഏട്ടനോ? അപ്പോൾ എന്താ നന്ദു ഇവിടെ ഒറ്റയ്ക്ക് വന്നെന്ന് ചോദിക്കുമ്പം അത് പിന്നെ മൂർത്തി ജ്വല്ലറി വലിയൊരു ഡീൽ ഉറപ്പിച്ചായിരുന്നല്ലോ, അതിനൊരു പാർട്ടി തരാമെന്ന് അനി പറഞ്ഞായിരുന്നു എന്ന് നമ്മുടെ നന്ദു പറയുക. അവൻ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുമ്പം അല്ല എന്നിട്ട് അവൻ എവിടെ പോയെന്ന് ചോദിച്ചു. ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ ഇതേപ്പറ്റിയൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് നവീൻ പറയുക കേട്ടോ. അപ്പം നന്ദു ഇങ്ങനെ ചിരിച്ചു. ശരി, ഇതുപോലൊരു വിജയം നടന്ന സ്ഥിതിക്ക് അവൻ എനിക്കും പാർട്ടി തരേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനങ്ങനെ വെറുതെ വിടുന്നത് ശരിയല്ലല്ലോ എന്നും ഇങ്ങനെ നവീൻ പറയുക കേട്ടോ. അപ്പോഴേ മേഡത്തിന് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയാം, SI അല്ലേ ഇന്ന് കൂടെ വന്നവർ. അപ്പോൾ നന്ദു ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അതെ, പാർട്ടി നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞത് മൂർത്തി ജ്വല്ലറിയുടെ MD. അപ്പം ഞങ്ങളുടെ ഫ്രണ്ടാണെന്നും ഒരു കാര്യം ചെയ്യാം, നമ്മുടെ പാർട്ടി വേറൊരു ദിവസത്തേക്കാക്കാം എന്ന് നവീൻ പറയുന്നു. കിടക്കുന്നു. നന്ദു അന്തം വെട്ടിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഞാനേ ഇന്ന് ഇവർക്കൊപ്പം കൂടിക്കൊള്ളാമെന്ന് പറയുമ്പോൾ അയ്യോ സാറേ, അത് സാരമില്ലടോ, ഇന്ന് എനിക്ക് 2 പാർട്ടിയും കൂടെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് മാത്രമല്ല രാത്രിയിൽ ഞാൻ അങ്ങനെ അധികം ഫുഡൊന്നും കഴിക്കാറുമില്ല, നമുക്ക് മറ്റൊരു ദിവസം കൂടാം, എന്താ? ഓക്കെ, അപ്പോൾ ശരി സാറേ, ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോയി. നവീനും നന്ദുവും കൂടെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അല്ല, ഞാൻ ആലോചിക്കുകയും ചെയ്തായിരുന്നു നന്ദു, മൂർത്തീസ് ജ്വല്ലറി ഇന്ന് ആ ഡീൽ ഉറപ്പിച്ചിട്ട് അവൻ പാർട്ടി നടത്തിയില്ലല്ലോ എന്ന്. അപ്പോഴത്തേക്കും നന്ദുവിന് ഭയങ്കര ഇറിറ്റേഷനായി നവീൻ വന്നിരിക്കുന്നത്. അവൻ രഹസ്യമായിട്ട് പാർട്ടി നടത്താനുള്ള പരിപാടിയായിരുന്നു എന്നെ ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ച് അവനോട് പറയുമായിരുന്നു ഇന്ന് ചെലവ് ചെയ്യണമെന്ന്. എന്നിട്ട് അവൻ നന്ദുവിനെ അങ്ങനെ വെയിറ്റ് ചെയ്യിക്കുന്നത് എന്താ? അത് ശരിയല്ലല്ലോ. ഞാനേ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് നവീൻ ഫോൺ എടുത്ത് അനിയെ വിളിക്കുന്നു. പക്ഷെ കിട്ടുന്നില്ല. ഇതെന്താ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, ഔട്ട് ഓഫ് റേഞ്ച് ആണല്ലോ അവൻ പറയുന്നത്. അപ്പം ഞാൻ വിളിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന കാര്യം പറയാം. എവിടെ പോയോ എന്തോ എന്നും പറഞ്ഞ് നന്ദു ഇങ്ങനെ ഇരിക്കാം. ഇവനൊക്കെ എന്ത് ടൈപ്പാണെന്ന് ഞാൻ ആലോചിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവനിങ്ങോട്ട് പുറപ്പെട്ടതാ നവീനേട്ടാ. പിന്നെ ഇവിടെ എത്തിയെന്നും പറഞ്ഞതാ. പിന്നെന്താ പറ്റിയതെന്ന് അറിയില്ല. ഏതായാലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ച് നന്നായി തോന്നില്ല. അതുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് മുഷിയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അവൻ വരുമ്പം അവനും ഒന്ന് ഞെട്ടിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ പറയുന്നു. ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ നടക്കുമ്പം എന്നെ കൂടി ക്ഷണിക്കാതിരിക്കുന്നത് തെറ്റല്ലേ നന്ദു എന്ന് നവീൻ ഇങ്ങനെ നന്ദുവിനോട് ചോദിച്ചു. നന്ദു ഒരു വലിച്ച ചിരിയും ചിരിച്ചിരിക്കുക. അതും അവൻ MD ആയിട്ടിരിക്കുന്നതിന് ശേഷം ആദ്യമായിട്ടുണ്ടായ വിജയം. അതിൽ നിന്ന് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് ശരിയാണോ? അപ്പോൾ മനഃപൂർവ്വം ആയിരിക്കില്ലെന്നേ. നവീനേട്ടനെ പിന്നെ പാർട്ടി നടത്തുമായിരിക്കും എന്ന് പറയുമ്പം ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ച് ഒന്നിച്ചാണ് പാർട്ടി നടത്തേണ്ടത് അല്ലേ? അതല്ലേ അതിൻ്റെ ശരിയെന്നൊക്കെ നവീൻ ചോദിക്കുക. പിന്നെ അവൻ്റെ ഡിവോഴ്സിൻ്റെ കാര്യമൊക്കെ ശരിയാവുമോ നവീനേട്ടാന്ന് ചോദിക്കുമ്പോൾ അവൾ കടുംപിടുത്തം പിടിച്ച് നിൽക്കല്ലേ അനാമികയെ. അത് കുറച്ച് പ്രശ്നമാണ്. കോടതിയിൽ കേസ് നീണ്ടുപോകാനാണ് സാധ്യത.
അവൾ കോമ്പൻസേഷന് വേണ്ടി ശ്രമിക്കുന്നതെന്ന് നന്ദു അന്നേരം പറഞ്ഞു. അങ്ങനെ ഒരുത്തിക്ക് ഒരിക്കലും നഷ്ടപരിഹാരം കൊടുക്കാൻ പാടില്ല എന്ന് നന്ദു പറഞ്ഞപ്പം ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അത്രത്തോളം അവനെയും അവൻ്റെ കുടുംബത്തെയും ചീറ്റ് ചെയ്ത ഒരുത്തിക്ക് കാലെണ്ണ പോലും കൊടുക്കാൻ പാടില്ല എന്ന്. പിന്നെ എന്തായാലും നോക്കട്ടെ, ചിലപ്പോൾ അധികം വൈകാതെ അതിനൊരു ഒത്തുതീർപ്പുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദുവിനോട് നവീൻ പറഞ്ഞു. ഈ സമയത്ത് അനി ലിഫ്റ്റ് കുടുങ്ങിപ്പോയതാ. അനിയാണെങ്കിൽ അതിലും ഇതിലൊക്കെ പിടിച്ച് ഞെക്കുന്നുണ്ട്, പക്ഷേ ലിഫ്റ്റ് ആവുന്നില്ല. അതായത് അനി അകത്തുനിന്ന് ഞെക്കുമ്പോൾ വേറൊരാൾ പുറത്തുനിന്ന് ഞെക്കിക്കൊണ്ടിരിക്കുക, വേറൊരാൾ അവിടെ ലിഫ്റ്റ് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ അനി പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ അനിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അകത്ത് ഭയങ്കര ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുന്നു. നന്ദു ആണെങ്കിൽ പുറത്ത് അതിനേക്കാളും വലിയ ടെൻഷൻ. അപ്പോഴത്തേക്കും ഫുഡും കാര്യങ്ങളൊക്കെ വന്നു. ഇവരിരുന്ന് ഫുഡൊക്കെ കഴിക്കുക. അങ്ങനെ രണ്ടുപേരും കൂടെ ഫുഡ് കഴിച്ചു. ഇത് അവൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ് നന്ദു, അതുകൊണ്ട് അവന് വേണ്ടി സമയം കളയേണ്ട കാര്യമില്ല. അപ്പോൾ അവൻ വന്നിട്ട് കഴിക്കാമെന്ന് നന്ദു പറയുമ്പോൾ അങ്ങനെ നന്ദുവിന് ആകെ വിഷമമായി. ഇപ്പം നന്ദു ഫുഡ് കഴിച്ച് പോകേണ്ട സമയമായി, ഇതുവരെ അവൻ വന്നിട്ടില്ലല്ലോ. ഇങ്ങനെയാണോ വിജയാഘോഷമൊക്കെ നടത്തേണ്ടത് എന്നൊക്കെ ഇങ്ങനെ നവീൻ നന്ദുവിനോട് ചോദിക്കുകയാണേ. അവൻ്റെ സന്തോഷം മറ്റുള്ളവരുടെ നിരാശയായിട്ട് മാറേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഇതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കാര്യമാണ്, അതിൻ്റെ ഇടയിൽ ഞാൻ വലിഞ്ഞു കയറി വരേണ്ട ആവശ്യമൊന്നും ഉള്ളതല്ല എന്നും കൊണ്ട് നവീൻ അങ്ങ് പറഞ്ഞു വെക്കുക. എങ്കിലും എനിക്കൊന്നും പറ്റാത്ത കാര്യം അവൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞപ്പം അവനങ്ങനെ വാക്ക് തെറ്റിക്കുന്ന വ്യക്തിയൊന്നും അല്ല നവീനായിട്ടാന്ന് പറഞ്ഞു. ഈയിടെയായിട്ട് ഹനി അങ്ങനെ മിസ്റ്റർ ക്ലീൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് നവീൻ നന്ദുവിനോട് പറഞ്ഞു. പിന്നെ നേരത്തെ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഇപ്പോൾ അവൻ്റെ ക്യാരക്ടറിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് എന്നൊക്കെ പറയുമ്പം അങ്ങനെയൊന്നുമല്ല നവീനായിട്ട്, അവൻ പാവമാണെന്ന് നന്ദു. ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്ന കേട്ടിട്ടില്ലേ, അങ്ങനെ ഒരു കാറ്റഗറിയിൽ അവനെ പെടുത്താമെന്നാണ് തോന്നണതെന്നും പറഞ്ഞു. അപ്പം നവീനേട്ടന് അവനോടെന്തോ ദേഷ്യമുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞപ്പം അയ്യോ എനിക്ക് ദേഷ്യമൊന്നുമില്ല, അവനെ പറ്റുന്ന ഓരോ അബദ്ധങ്ങളും അവനായിട്ട് തന്നെ ഉണ്ടാക്കി വെക്കുന്നതല്ല, അതിൽ എനിക്കെന്ത് ദേഷ്യം. അനാമികയായിട്ടുള്ള കല്യാണം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവൻ ഇഷ്ടമല്ലാത്ത പെൺകുട്ടിയായിരുന്നു, എന്നിട്ടും അവൻ അത് വീട്ടിൽ പറഞ്ഞില്ലല്ലോ, ശരിയല്ലേ എന്ന് ചോദിച്ചു. കല്യാണം നടന്നതിന് ശേഷം പിന്നീട് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു, അതൊക്കെ അവൻ്റെ ഭാഗത്ത് മാത്രം മിസ്റ്റേക്ക് ആണെന്ന കാര്യമൊക്കെ പറയുമ്പം അത് പിന്നെ അനാമികയും അവരുടെ അച്ഛനും ചേർന്ന് ട്രാപ്പിലാക്കിയത് അവനെന്ന് നന്ദു പറയുമ്പം എന്തോന്ന് ട്രാപ്പ്, നീ കല്യാണം എന്നൊക്കെ പറയുന്നതേ ഒരാളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്, അതോടുകൂടി അയാളുടെ ജീവിതം തന്നെ മാറി മറിയും, അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിക്കണ്ടേ നന്ദുന്ന് നവീൻ ചോദിക്കും. നന്ദുവിനെ കുത്തിത്തിരിച്ച് മാറ്റിയെടുക്കാൻ നോക്കുവാണ്. എൻ്റെ അഭിപ്രായത്തിൽ അവനിപ്പോൾ മൂർത്തി ജ്വല്ലറിയുടെ MD ഒക്കെ ആണെങ്കിലും പിള്ളേര് കളി മാറിയിട്ടില്ലെന്നുള്ളതാണ്. ഒരു മെച്യൂരിറ്റി അവന് കുറവുണ്ട്. ഇനി പിന്നെ ഇന്നെങ്ങനെ ഒരു വലിയ വിജയം നേടിയെടുത്തു, അതിൻ്റെ പിന്നിൽ ആദർശേട്ടനെയും ചേച്ചിയുടെയൊക്കെ സഹായം ഉണ്ടെന്ന് പറയുമ്പം അത് കാണും, അല്ലാതെ അവനെ കൊണ്ട് മാത്രം അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവീൻ ഇങ്ങനെ നിന്ന് തട്ടി വിടുന്നു. അവനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ, പക്ഷെ നമ്മളെപ്പോഴും നല്ല സുഹൃത്തുക്കളുടെ തെറ്റ് കണ്ടെത്തുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്യണമല്ലോ, അപ്പോഴല്ലേ യഥാർത്ഥ കൂട്ടുകാരനാവുകയുള്ളൂ. അവർക്കത് തിരുത്താനും അങ്ങനെ വരുമ്പോഴല്ലേ സാധിക്കത്തുള്ളൂ. പിന്നെ നന്ദു കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. നമ്മുടെ അനിയാണെങ്കിൽ അതിൽ കുടുങ്ങിക്കിടക്കല്ലേ. അപ്പം നന്ദുവിനാണെങ്കിൽ ഭയങ്കര വിഷമം, നന്ദു ആണെങ്കിൽ ഭയങ്കര ടെൻഷൻ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ലിഫ്റ്റ് ഓപ്പൺ ആയപ്പോഴത്തേക്കും അനി ചാടി ഇറങ്ങി. എന്താണോ ഇതെന്ന് ചോദിച്ചു. എടോ ഇത്രയും വലിയൊരു ഹോട്ടലിൽ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ അത് നാണക്കേടല്ലോ എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര ദേഷ്യം. അപ്പം ഇങ്ങനെയൊന്നും സംഭവിക്കുന്നതല്ല സാറെന്ന് അനി. പിന്നെ ഇതെന്ത് പറ്റിയെന്ന് അറിയില്ല എന്ന് അനിയോട് അദ്ദേഹം പറയാം. അപ്പോൾ കറണ്ട് പോയതാ സാറെന്ന് പറയും. അപ്പോൾ അതവിടെ ജനറേറ്റർ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ട് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സോറി പറയാം. പക്ഷേ ജനറേറ്റർ ഓൺ ആയപ്പോഴേക്കും ലിഫ്റ്റ് സ്റ്റക്കായി പോയതാണെന്ന് പറഞ്ഞു. എന്തായാലും നല്ല ഹോട്ടൽ തന്നെ, എടോ ഇത് കൊണ്ട് തൂക്കി വിറ്റുവിടുമോ എന്ന് ചോദിച്ചുകൊണ്ട് അനി ഭയങ്കര ദേഷ്യം. വളരെ കുറച്ച് നാളല്ലേ ഇതായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അയ്യോ സാർ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നതല്ല സാർ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കാം. എടോ തനിക്കിനി അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, ഞങ്ങൾ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യത്തിന് ഇങ്ങോട്ട് വന്നു, ആ സമയത്ത് മനുഷ്യനെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിച്ച് സാറിന് അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണോ സാർ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത നഷ്ടമാണെങ്കിലോ എന്ന് നന്ദു ചോദിക്കുക. അനി ചോദിക്കുക. എടോ സമയത്തിനാണ് വില, അതാദ്യം മനസ്സിലാക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അനി അവിടുന്ന് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അനി അവിടുന്ന് ചെല്ലുമ്പോഴത്തേക്കും നന്ദു അവിടുന്ന് ഫുഡും കഴിച്ച് ഇറങ്ങുക. നവീനും ഉണ്ട് കൂട്ടത്തിൽ. നന്ദു ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനായിപ്പോയി. അങ്ങനെ നന്ദു ഇറങ്ങിയപ്പോൾ നവീന് കുറച്ച് ആശ്വാസവും കിട്ടി കേട്ടോ. ആ സമയത്ത് എന്നാലും ഈ നിമിഷം വരെ അവൻ വിളിച്ചില്ലല്ലോ എന്ന് നവീൻ ഇങ്ങനെ പറയാം. അപ്പം അതാ ഞാനും ആലോചിക്കുന്നതെന്ന് നന്ദുവിന് വലിയ തിരക്കാണെന്ന് എനിക്കറിയാം. ആ തിരക്കിനിടയിലാണ് സമയം കണ്ടെത്തി ഇവിടെ വന്നതൊന്നും എനിക്കറിയാം. അത് അവൻ മനസ്സിലാക്കണ്ടേ എന്ന് ചോദിക്കും. അവൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാ, എന്നെക്കാളും മുൻപേ ഇവിടെ എത്തേണ്ടതുമാണെന്ന കാര്യം നന്ദു പറയണു. അപ്പം എന്തോ
ഒരു ഭയം പോലെയെന്ന് എന്ത് പറയാ, ഇനി ഇടയ്ക്ക് കാറ് തട്ടോ മുട്ടോ ഒക്കെ ചെയ്തോ എന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പം എന്നാലും വിളിച്ചു പറയണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കോൾ ചെയ്യുമ്പോൾ അവൻ്റെ മൊബൈലിൽ റിങ് ചെയ്യുമെങ്കിലും വേണ്ടേ, ഇത് ഔട്ട് ഓഫ് റേഞ്ച് നല്ലേ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പം എന്താ സംഭവിച്ചതെന്ന് പിടികിട്ടുന്നില്ല. അല്ല നന്ദു, ഇങ്ങനെ ഒരു പാർട്ടി അവൻ അറേഞ്ച് ചെയ്യുമ്പം എന്നെ വിളിക്കാത്തത് പോട്ടെ, അവൻ ആദർശേട്ടനെയും നയനേച്ചിയൊക്കെ ഇതിനകത്ത് വിളിക്കേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എല്ലാവർക്കും കൂടി ഒന്നിച്ചല്ലേ പാർട്ടി കൊടുക്കേണ്ടത്, പിന്നെന്താ നന്ദുവിന് മാത്രം വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ നന്ദു, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ അതുകൊണ്ടായിരിക്കുമെന്ന് നന്ദു. നിങ്ങൾക്ക് വേറെയും ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ആ രാകേഷും വിഘ്നേഷും ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലേ, അവന്മാരെ ഒന്നിനും വിളിച്ചില്ലല്ലോ. അതൊക്കെ അവൻ്റെ ഓരോരോ ഫീലിങ്സ് പറയാനാ അവൻ എന്നെ മാത്രം വിളിക്കുന്നത് എന്ന് നമ്മുടെ നന്ദു ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് എങ്ങും എത്തിയിട്ടില്ലല്ലോ, അതൊക്കെ അവനെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് എന്ന് നന്ദു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ ഡിവോഴ്സ് നടന്നിട്ടായിരിക്കും അവൻ ഇവളോട് പ്രണയം തുറന്നു പറയാൻ പോകുന്നതെന്ന് നവീൻ മനസ്സിൽ ചിന്തിക്കുക. എന്താ നവീനായിട്ട് ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പം, അല്ല അവൻ്റെ സ്വഭാവം തന്നെയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നന്ദുവിനെ പോലെ തന്നെ അടുത്ത സുഹൃത്താണ് ഞാനും എന്ന് മാത്രമല്ല അവൻ്റെ കേസ് കൈകാര്യം ചെയ്യുന്ന ആളും ഞാൻ തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇന്ന് തന്നെ അവൻ വിളിക്കേണ്ടതല്ലേ, അതുകൊണ്ട് ഇപ്പോൾ എന്തു പറ്റി, ആ സമയത്ത് ഇവിടെ എത്താൻ കഴിഞ്ഞത് എനിക്കാണെന്ന് നവീൻ. ഇനി എന്തായാലും എനിക്ക് നവീൻ പാരയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചു. അപ്പോൾ എന്തായാലും അവൻ ഓർഡർ ചെയ്ത ഫുഡ് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായതും എനിക്കാ. അതിൽ നിന്ന് അവനൊരു കാര്യം മനസ്സിലാക്കിക്കോണം, എന്നെ ഒഴിവാക്കിയത് തെറ്റായി പോയി എന്ന്. പിന്നെ എന്നാൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ നവീനേട്ടാ, ഇപ്പം തന്നെ സമയം ഒരുപാടായെന്ന് പറയുമ്പം അവൻ വിളിക്കുമ്പോഴേ അവന് ഞാൻ 2 കൊടുത്തോളാം എന്ന് നന്ദുവിനാകെ വിഷമവും. അതുപോലെ തന്നെ നന്ദുവും പ്രതിഷേധം അറിയിച്ചോളണം കേട്ടോ. അപ്പോൾ ശരി നവീനേട്ടാ എന്ന് പറഞ്ഞു നമ്മുടെ നന്ദു അവിടെ നിന്ന് പോവുക. നവീൻ ഇങ്ങനെ കയ്യിൽ പോക്കറ്റ് ഇട്ടിരിക്കുക. അപ്പം ദൈവം ഇതുപോലുള്ള സാഹചര്യങ്ങൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത് അവൾ എൻ്റെ പെണ്ണായതുകൊണ്ടാണെന്ന് നവീൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് നമ്മുടെ അനി അവിടെ വന്ന് എല്ലാവരെയും നോക്കുക. അപ്പോൾ അവിടുത്തെ ആ സ്റ്റാഫിനോട് വന്നിട്ട് ഇങ്ങനെ നന്ദുവിൻ്റെ കാര്യം ചോദിച്ചു. അപ്പോൾ മേഡം ഇവിടെ ഉണ്ടായിരുന്നു, ഇത്രയും നേരം അവർ ഇരുന്നു എന്ന് പറഞ്ഞു. എടോ നിങ്ങളുടെ ലിഫ്റ്റ് വർക്ക് ചെയ്യാത്ത എൻ്റെ കുഴപ്പമാണെന്ന് അനി ചോദിച്ചു അവരോട്. അപ്പോൾ എത്ര സമയമാണ് ഞാൻ എനിക്ക് പെട്ടുപോയെന്ന് അറിയാമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സാറിന് പകരം ആ വക്കീൽ സാർ വന്നായിരുന്നെന്ന് പറഞ്ഞു. അവർ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ടാണ് പോയതെന്നൊക്കെ പറയുമ്പം ആരും നവീൻ വക്കീലോ? അതെ സാർ. അത് കേട്ടപ്പോൾ അനിയുടെ ബാക്കി ഗ്യാസും കൂടെ പോയി. നാശം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും ഇത് വളരെ മോശമായിപ്പോയി. ഞാൻ കൃത്യസമയത്താണ് വന്നത്, എന്നിട്ടാണ് ആ ലിഫ്റ്റിനകത്ത് ഞാൻ പെട്ടുപോയത്. മൊബൈലിൽ നിന്നൊരു കോൾ വിളിക്കാൻ പോലും പറ്റിയില്ല. അതിനകത്ത് കയറിയപ്പോഴാണെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ചും എന്നൊക്കെ അനി ഭയങ്കര ദേഷ്യത്തോടെ ഇയാളോട് പറഞ്ഞു. വലിയ ഹോട്ടലാണെന്നാണ് പേര്. ഈ അടുത്തൊന്നും ഇതുപോലെ ലിഫ്റ്റ് വർക്ക് ചെയ്യാതിരുന്നിട്ടില്ല. എന്തോടോ ഇത്? ചിലപ്പോൾ 1-2 മിനിറ്റൊക്കെ മാക്സിമം. അത് കറണ്ട് പോയാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ. എത്ര നേരമാണ് ഞാൻ അതിനകത്തായിപ്പോയത്. അപ്പോൾ ഇതൊന്നും ഞങ്ങളുടെ കയ്യിലല്ലല്ലോ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് അനിയോട് അദ്ദേഹം പറയുമ്പം എടോ ആരുടെ കയ്യിലാണെങ്കിലും പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അങ്ങനെ അനി ഫോൺ എടുത്തെന്നിട്ട് നന്ദുവിനെ വിളിക്കുക. പക്ഷേ കിട്ടുന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നവീൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു. നവീൻ കോൾ എടുത്തു. ഹലോ എടാ, നീ ഇത് എവിടെയായിരുന്നെടാന്ന് ചോദിച്ചു. നീ ഉണ്ടായിരുന്നു നന്ദുവിൻ്റെ കൂടെ? ഉണ്ടായിരുന്നു. എടാ ഒരാളെ പറഞ്ഞു പറ്റിക്കുന്നതിനൊരു പരിധിയില്ലേടാ എന്ന് നവീൻ പറയാം. പിന്നെ നീ നിന്റെ വിജയത്തിൻ്റെ ഭാഗമായിട്ടാണ് അവൾക്ക് ഡിന്നർ കൊടുക്കാവെന്ന് പറഞ്ഞത് അല്ലേ? നീ എന്നെ വിളിച്ചില്ല, അതുപോട്ടെ. പക്ഷേ വിളിച്ച കാത്തിരിക്കുന്നവരോട് ഒരു മാന്യത കാണിക്കണ്ടേടാന്ന് ചോദിച്ചു. അന്നേരം എടാ ഞാൻ പെട്ടുപോയതാടാ ഇവിടുത്തെ ലിഫ്റ്റിൽ എന്ന് നമ്മുടെ അനി ഇങ്ങനെ നവീനോട് പറഞ്ഞു. 1/2 മണിക്കൂറായി. ഓ അപ്പോൾ അതേതായാലും നന്നായടാ എന്ന് മനസ്സിലിങ്ങനെ നവീൻ പറയാം. എടാ അത് പറയാൻ വേണ്ടി ഞാൻ അവളെ വിളിച്ചു, പക്ഷെ അവൾ എടുക്കുന്നില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പം ഇനി പിന്നെ അവൾ എടുക്കുവോടാ, അവൾ അത്രയ്ക്ക് ചൂടായിട്ടാണ് പോയിരിക്കുന്നത് എന്ന് നവീൻ പറയാം. പിന്നെ ഞാൻ വന്നതിൻ്റെ ഒരു സന്തോഷം അവൾക്ക് ഉണ്ടായിരുന്നു എന്നും നവീൻ ഇങ്ങനെ പറയുന്നേ. ഫുഡ് എന്തായാലും വേസ്റ്റ് ആയില്ലല്ലോ, അത്രയും സമാധാനം. എടാ നീ ഇപ്പം തന്നെ അവളെ വിളിച്ചൊന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഏൽക്കുമ്പം എടാ ഞാൻ വിളിച്ചാൽ ശരിയാവില്ല, ഇത്തരം കാര്യങ്ങൾ നീ തന്നെ വിളിച്ചു പറയുന്നതാ നല്ലത് എന്നൊക്കെ പറയുമ്പം എടാ ഞാൻ വിളിച്ചിട്ട് അവൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേടാന്ന് ചോദിച്ചു അനി. എപ്പോഴെങ്കിലും എടുക്കാതിരിക്കില്ലല്ലോ, ഇനി നീ നേരിട്ട് വിളിച്ചാൽ മതി. സോറി അയ്യ എന്നും പറഞ്ഞുകൊണ്ട് നവീൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് അനി ഇവിടെ ഹലോ വെച്ചുകൊണ്ടിരിക്കുക. നവീൻ്റെ പാട് നോക്കിപ്പോയി. എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ അനി ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ നവീൻ അവൻ്റെ മനസ്സിലുള്ളത് പറയാൻ വേണ്ടി ഓരോരോ അവസരങ്ങൾ ഉണ്ടാക്കുക. അത് ഇങ്ങനെയൊക്കെ തട്ടിത്തെറിച്ച് പോകുന്നതിൽ എനിക്കും സന്തോഷമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നവീൻ ഇങ്ങനെ മനസ്സിൽ ദിവാസ്വപ്നം കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.